എത്രയധികം ഹീനമായിട്ടുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത്. വെറുതെയാണോ ഇയാളെ മരമണ്ടനായി നാട്ടുകാരും പ്രതിപക്ഷവും തന്നെ മുദ്ര കുത്തുന്നത്? പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പാർലമെൻറ്റിൽ സ്വന്തം പാളയത്തിലുള്ള ആൾക്കാർ തന്നെ ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ള കാര്യം. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ആശയം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദി ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല, അത് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന ജവഹർലാൽ നെഹ്റു, നിങ്ങളുടെ ചാച്ചാജി, അയാൾ ജനിച്ചു വന്നാൽ പോലും സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജവഹർലാൽ നെഹ്റു നടത്തിയ പദ്ധതികളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ നരേന്ദ്രമോദി 2014 വന്നിട്ട് സ്ക്രാച്ചിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങേണ്ടി വന്നത്. കക്കൂസ് പോലും കെട്ടിക്കൊടുക്കാത്ത നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടന്നു. അതായത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, നീറ്റ്, CBSE ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ പേപ്പർ ചോർച്ച തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ നേരിടാൻ ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ ഉന്നതതല യോഗം ചേർന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പാർട്ടിയുടെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന ചുമതലക്കാരും സംസ്ഥാന പ്രസിഡന്റുമാരും പങ്കെടുത്തു. ഈ യോഗത്തിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശം വലിയ ചർച്ചാ വിഷയമായി മാറി. എന്താണ് ആ പരാമർശം? അതിൽ രാഹുൽ ഗാന്ധിയോട് രാജ്യത്തെ നിലവിലത്തെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മരിക്കണം എന്നാണ്. അത് മരിച്ചാൽ മാത്രമേ രാജ്യത്തുള്ള പ്രശ്നങ്ങളെല്ലാം തീരുകയുള്ളൂ എന്നുള്ളതാണ്. മോദി മരിക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ പ്രസ്താവനയ്ക്ക് പിന്നിലെ യഥാർത്ഥ അർത്ഥം ഇപ്പോൾ പല ആൾക്കാരും തിരയുകയാണ്. മർവാദിയ എന്ന സംഭാഷണ പ്രയോഗം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചതായിട്ടാണ് വൃത്തങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി രാഹുൽ ഗാന്ധി പിന്നീട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞത്, രാജ്യത്തെ യുവാക്കൾ തൊഴിലില്ലായ്മയിൽ വലയുന്നു, പേപ്പർ ചോർച്ച കാരണം വിദ്യാർത്ഥികളുടെ ഭാവി ഇരുണ്ടിരിക്കുന്നു, മോശം വിദേശ നയം കാരണം പണപ്പെരുപ്പം ആകാശത്തേക്ക് ഉയർന്നു, ഇത് കാരണം സാധാരണ പൗരന്മാർ കഷ്ടപ്പെടുന്നു, അമേരിക്കയുമായുള്ള വ്യാപാര കരാർ കാരണം കർഷകർ ആശങ്കാകുലരാണ്, ഭരണഘടന അവഗണിക്കുന്നതിലൂടെ ജനാധിപത്യം ദുർബലമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ഒരു പ്രസ്താവന ഇറക്കിയത്. ഇതെന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് രാജ്യത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.